രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയുമായുള്ള ചാറ്റ് പുറത്ത്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും സംസാരിച്ചതിന്റെ ചാറ്റുകളാണ് പുറത്തുവന്നത്. 2 ബെഡ്റൂമുള്ള ഫ്ളാറ്റ് പോരെ എന്ന് യുവതി ചോദിക്കുമ്പോൾ 3 ബെഡ്റൂം ഉള്ള ഫ്ളാറ്റ് തന്നെ വേണമെന്ന് രാഹുൽ പറയുന്നത് ചാറ്റിൽ കാണാം. അതേസമയം രാഹുലിനെ ഹോട്ടൽ മുറിയിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഷൊർണൂർ ഡിവൈഎസ്പി ഉൾപ്പെടെ രാഹുലിനെ 2002 റൂമിൽ നിന്ന് പുറത്തിറക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഏതൊക്കെ രീതിയിലാണ് യുവതികളെ ശാരീരികമായി പീഡിപ്പിച്ചത്? അതിനുശേഷം ഭീഷണി, സാമ്പത്തിക ലാഭമുണ്ടാക്കൽ, അത്തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് രാഹുൽ ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാകുകയാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചാറ്റും അതുതന്നെയല്ലേ വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമത് പരാതി നൽകിയിരിക്കുന്ന യുവതി പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്നുള്ളത് രാഹുൽ പലപ്പോഴായി തന്നെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം നടത്തി എന്നുള്ളതായിരുന്നു. ആ സാമ്പത്തിക ചൂഷണത്തിൽ അവർ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം എന്നുള്ളത് പാലക്കാട് ഒരു ഫ്ളാറ്റ് വാങ്ങാൻ തന്നെ നിർബന്ധിച്ചിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ആ യുവതി പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് യുവതിയും രാഹുലുമായുള്ള ഈ ചാറ്റിൽ പറയുന്നത് പാലക്കാട് ഈ ഒരു ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. സംഭാഷണം നടക്കുന്നത് 2024 ഡിസംബർ 20-നാണ്. ഈ പാലക്കാട് നഗരമധ്യത്തിൽ രാഹുൽ ഈ പാലക്കാട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇനി പാലക്കാടായിരിക്കും തന്റെ തട്ടകമെന്ന് യുവതിയോട് പറയുന്നു. തുടർന്ന് പാലക്കാട് നഗരത്തിൽ ഒരു ഫ്ളാറ്റ് വാങ്ങണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നു. അതിനുശേഷം പാലക്കാട് നഗരത്തിൽ ബിൽടെക് എന്നുള്ള ഒരു കമ്പനിയുമായിട്ട് അവർ സംസാരിക്കുന്നു. അവിടെ ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിക്കുകയും അതിനുശേഷം 3 ബെഡ്റൂമുള്ള ഫ്ളാറ്റ് വാങ്ങാം എന്ന് രാഹുൽ പറയുന്നു. 2 റൂം പോരെ എന്ന് യുവതി ചോദിക്കുന്നു. എപ്പോഴാണെങ്കിലും ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഈ 3 ബെഡ്റൂമുള്ള ഫ്ളാറ്റ് തന്നെ വാങ്ങാം എന്ന തരത്തിലാണ് രാഹുൽ യുവതിയോട് പറയുന്നത്. ഏകദേശം 1 കോടിക്ക് മുകളിൽ ഈ ഫ്ളാറ്റിന് വില വരും. ഈ 3 BHK 1 കോടിക്ക് മുകളിൽ വില വരും. അത് അവരുടെ റേറ്റാണ്, അത് കുറയ്ക്കാൻ കഴിയും, താൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്, അതിൽ നല്ല സ്പേസ് ഉണ്ട് എന്നൊക്കെ തരത്തിൽ ആണ് ഈ യുവതിയുമായിട്ട് രാഹുൽ ഈ ചാറ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. ഏതായാലും കൃത്യമായിട്ട് പറഞ്ഞ ഈ യുവതി നേരത്തെ പറഞ്ഞ തന്നെ സാമ്പത്തികമായിട്ട് പല തരത്തിൽ ചൂഷണം ചെയ്തു എന്ന് പറയുന്നത് തെളിയിക്കുന്ന തരത്തിലാണ് ചാറ്റിലുള്ള ഓരോ വാക്കുകളും എന്നുള്ളതാണ്. ഏതായാലും ഈ ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് യുവതിയും രാഹുലും തമ്മിൽ പിന്നീട് തെറ്റുന്നത് എന്നുള്ളതാണ് യുവതി പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല തന്നിൽ പലതരത്തിൽ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഷൂസും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് തുക നൽകുന്നതിന് വേണ്ടിയൊക്കെ പലതരത്തിൽ തന്നെ സമീപിച്ച് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് തന്നെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യുവതി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ചാറ്റുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കൂടുതലും ഈ ഒരു പാലക്കാട് ഒരു ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ യുവതിയുമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. 2024 ഡിസംബർ 20-ന് നടന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി അരുൺ, എന്തായാലും അത്തരത്തിൽ രാഹുൽ നടത്തിയ ചൂഷണങ്ങൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ രാഹുലിനെ പോലീസ് പിടികൂടുന്നത് വളരെ വിദഗ്ധമായിട്ടാണ്. ഈ 3ാമത്തെ പരാതി ലഭിച്ചതിന് ശേഷം പോലീസ് അത് ഒരു വിധത്തിലും ചോർന്നു പോകാതിരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഈ 2002 എന്ന് പറയുന്ന രാഹുൽ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും പുറത്തിറക്കുന്ന ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. അർദ്ധരാത്രിയോടുകൂടി മുറിയിലേക്ക് കടക്കുന്ന പോലീസ് സംഘം, തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. എന്തായാലും വളരെ വിദഗ്ധമായി തന്നെ പോലീസ് ഇപ്രാവശ്യം കാര്യങ്ങൾ നടപ്പിൽ വരുത്തിയല്ലേ? തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തോടെ ആയിരുന്നു ഇത്തവണ രാഹുലിനെ അവർ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ, അതായത് ഇന്നലെ രാത്രി തന്നെ രാഹുൽ എവിടെയുണ്ട് എന്നുള്ള കാര്യം പോലീസ് ലൊക്കേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പാലക്കാട് നഗരത്തിലെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് ഉള്ളത് എന്നുള്ളത് അറിഞ്ഞതോടുകൂടെ തന്നെ ഈ ഹോട്ടലിന് ചുറ്റും പോലീസ് നിലയുറപ്പിച്ചു. ഹോട്ടലിൽ രാഹുലിന്റെ റൂം 2002 നമ്പറാണ്. ആ 2002 നമ്പറുള്ള റൂമിന് തൊട്ടരികിൽ തന്നെ പോലീസ് അവർ റൂം എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യം അർദ്ധരാത്രി 12:30 തന്നെ ഹോട്ടലിലേക്ക് എത്തുകയായിരുന്നു. ഹോട്ടലിൽ എത്തിയ സമയത്ത് തന്നെ ഈ രാഹുലിന്റെ മറ്റ് സ്റ്റാഫുകളോ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ഒരു റിസപ്ഷനിലേക്ക് കടന്നതും അവിടെയുള്ള ജീവനക്കാരുടെ മൊബൈൽ ഫോണുകളും മറ്റുമൊക്കെ പോലീസ് വാങ്ങി വയ്ക്കുകയുണ്ടായി. അതിനുശേഷം
രാഹുലിന്റെ റൂമിലേക്ക് കടന്നു ചെല്ലുന്നു. രാഹുലിന്റെ റൂമിൽ കടന്നു ചെന്നതിന് ശേഷം ഇത്തരത്തിൽ മൂന്നാമതും ഒരു പരാതി രാഹുലിനെതിരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുകയാണെന്നുള്ള കാര്യം പറയുന്നു. പിന്നീട് പോലീസ് രാഹുലിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഏകദേശം തൃശ്ശൂർ പിന്നിട്ടതിന് ശേഷം മാത്രമാണ് രാഹുലിന്റെ ഈ പേഴ്സണൽ സ്റ്റാഫുകൾ പോലും രാഹുൽ പോലീസിന്റെ പിടിയിലായി എന്നുള്ള വിവരം അറിയുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങളിൽ രാഹുലിന്റെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടികളിലാണെങ്കിലും പിന്നീട് അറസ്റ്റിലേക്ക് കടന്നതിലാണെങ്കിലും ഒക്കെ അതീവ രഹസ്യമായിട്ടാണ് പോലീസ് കരുക്കൾ നീക്കിയത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും ഷൊർണൂർ ഡിവൈഎസ്പിക്കും മാത്രമേ ഈ അറസ്റ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഈ സാധാരണ ലോക്കൽ പോലീസിനെ ഓരോരുത്തരെയും അറിയിക്കുകയാണെങ്കിൽ അത് മാധ്യമങ്ങളിലൂടെയും അതല്ലെങ്കിൽ അല്ലാത്ത തരത്തിലും ഒക്കെ ചോരുന്നതിനും രാഹുലിനെ രക്ഷപ്പെടുന്നതിനും ഒക്കെ വഴിവെക്കുമെന്ന് പോലീസ് കരുതിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നേരത്തെ പോലീസിന്റെ ഭാഗത്തു നിന്ന് 2 അറസ്റ്റുകൾക്ക്, അതായത് 2 യുവതികൾ പരാതി നൽകിയ സമയത്തും പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് അന്ന് രാഹുലിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കാൻ വലിയ കാരണമായി തീർന്നത് എന്നുള്ള പരക്കെ ആക്ഷേപം ഉണ്ടായിരുന്നു. അന്ന് പോലീസിനെതിരെ വലിയ വിമർശനം BJP ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ഈ രാഹുലിനെതിരെ ആദ്യഘട്ടത്തിൽ പരാതികൾ ഉയർന്ന സമയത്ത് തന്നെ അതിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും യുവതികളുടെ ഈ ഒരു ഓഡിയോ കോളുകളും ചാറ്റുകളും ഒക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നിർബന്ധിത ഗർഭഛിദ്രം ചെയ്ത സംഭവത്തിൽ ഉൾപ്പെടെ സൊമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്യാമായിരുന്നു പോലീസിനെങ്കിലും പോലീസ് അത്തരം നടപടികളിലേക്ക് കടന്നേയില്ല എന്ന് മാത്രമല്ല പിന്നീട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ആദ്യത്തെ അതിജീവിതയും രണ്ടാമത്തെ അതിജീവിതയും ഒക്കെ പോലീസിൽ പരാതി നൽകിയതിനു ശേഷം പോലും രാഹുലിനെ പാലക്കാട് നിന്ന് അതിവിദഗ്ധമായി മുങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകി പോലീസ്. അതല്ലെങ്കിൽ പോലീസ് ആ സമയത്ത് രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നില്ല എന്നുള്ള ചീത്തപ്പേര് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത്തവണ ഏതായാലും പോലീസ് അത്തരത്തിൽ തങ്ങൾക്ക് നേരെ വിമർശനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മുന്നിൽ കണ്ടായിരിക്കണം അതീവ രഹസ്യമായിട്ടായിരുന്നു എല്ലാം നീക്കങ്ങളും നടത്തിയതെന്നുള്ളതാണ്. ഏതായാലും ഒടുവിൽ രാഹുൽ പിടിയിലായി എന്നുള്ളത് തന്നെയാണ്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.